ഇടതുപക്ഷത്തിന് ഏറെ വളക്കൂറുള്ള മണ്ണാണ് കൊല്ലം ജില്ല. ആ കൊല്ലം ജില്ലയിൽ ഇത്തവണ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മേയറായിട്ടിരുന്ന ഹണി പരാജയപ്പെടുന്നു. പ്രധാനപ്പെട്ട നേതാക്കൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് കാലിടറിയിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ BJP അപ്രതീക്ഷിതമായ ഒരു മുന്നേറ്റം നടത്തുന്നു. സാറ് കൊല്ലം ജില്ലയിൽ ഉൾപ്പെടെ ജോലി ചെയ്ത ആളായിരിക്കും. സാറിന് അതിൻ്റെ രാഷ്ട്രീയ ചരിത്രം അറിയാലോ. അപ്പോൾ അവിടുത്തെ ഒരു പ്രധാന ബെൽറ്റ് എന്ന് പറയുന്നത് ഈഴവ വോട്ടുകളാണ്. ഈ ഈഴവ വോട്ടുകൾ പരമ്പരാഗതമായി CPM കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കിട്ടിയില്ല എന്ന് തന്നെയല്ലേ അർത്ഥം? അല്ല, ഈ തെരഞ്ഞെടുപ്പില് ചരിത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നിരിക്കുന്നത് കൊല്ലത്തു നിന്നാണ്, കൊല്ലം നഗരസഭയിൽ നിന്നാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഈ പറഞ്ഞ ഒരു വൈൽഡ് ആയിട്ടുള്ള ഒരു സ്വപ്നത്തിൽ പോലും കൊല്ലം നഗരസഭ CPM നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിരുന്നില്ല. അപ്പൊ നമ്മളൊക്കെ സംസാരിച്ചത് കൊല്ലത്ത് പിന്നെ ഈ UDF അങ്ങോട്ട് നോക്കേണ്ട ആവശ്യമില്ല, നഗരസഭ അവരുടെ സ്വന്തം കോർപ്പറേഷന്റെ ഒരു കാരണവശാലും കിട്ടാൻ പോകുന്ന ധാരണയായിരുന്നു. ഈ പറഞ്ഞ പോലെ ഈഴവ വോട്ട്, ഈ പറഞ്ഞ പോലെ കൊല്ലംകാർക്ക് ചില പ്രത്യേക, ഞാൻ കൊല്ലം സ്വദേശിയാണ്, ഞാനും കൊല്ലം സ്വദേശിയാണ്, കൊല്ലത്തെ കുറിച്ച് കൃത്യമായിട്ട് ബോധമുണ്ട്. കാരണം ഈ കൊല്ലംകാർക്കുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത്തിരി ഒരു എന്താ പറയുക, ഈ എല്ലാത്തിനും തർക്കിക്കുക, ചില കാര്യങ്ങളിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പൊട്ടിച്ച് മുറുകി നിൽക്കുക, ഈ മർക്കട മുഷ്ടി എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നന്നായിട്ടുള്ള കൂട്ടരാണ് ഈ കൊല്ലം ഈ നിവാസികൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ കൊല്ലംകാർ ഈ പറഞ്ഞ ചില വൃത്തികൾ കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതിനെ ശക്തമായിട്ട് പ്രതിഷേധിക്കുകയും ചെയ്യുക, അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അതോടൊപ്പം തന്നെ പരസ്പരം ചേരാതിരിക്കുക, തമ്മിലടിക്കുക. ഈ കടപ്പുറത്തെ മണൽ പോലെയാണ് എന്ന് ഈ കൊല്ലംകാരെ കുറിച്ച് പറയാറുണ്ട്. അപ്പോ നമ്മളതിന് പറയും പ്രശ്നമില്ല. അപ്പൊ അങ്ങനെയുള്ള കൊല്ലത്ത് CPM അടി ഇളകിയിരിക്കും. കൊല്ലത്ത് CPM അടി ഇളകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPM അടിത്തറയ്ക്ക് ഇളക്കം നേടി എന്നുള്ളതാണ്. അതാണ് ഈ തെരഞ്ഞെടുപ്പ് സൂചിപ്പിക്കുന്ന ഏറ്റവും വലിയ സൂചന. അത് അടിത്തറയ്ക്ക് ഇളവ് തട്ടിയെന്ന് മാത്രമല്ല, 11 സീറ്റ് 2 അക്കത്തിലേക്ക് BJP അവിടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചു. 2 അക്കം എന്ന് പറയാൻ പറ്റില്ല, 15 മുകളിലേക്ക് വന്നു. അത് ഞെട്ടിപ്പിക്കുന്ന സാധനമായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ ഈഴവ സമുദായത്തിന്റെ ഉള്ളിൽ നിന്ന് BJP വോട്ട് ചോർച്ച നന്നായിട്ട് അടിയിൽ കൂടെ ഒഴുകി എന്നുള്ളത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴ എന്ന് മനസ്സിലായി. അതെ. പക്ഷെ ഇത് അന്നൊരു കൊല്ലത്ത് ഉറച്ചു നിൽക്കുകയായിരുന്നു. കാരണം കൊല്ലത്തിന്റെ ഒരു സ്വഭാവം നമ്മൾക്ക് ഇത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇത് ഇത്രയും ഈ BJP അവിടെ അത്രയും നേട്ടം ഉണ്ടാക്കിയതിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്തോ ഒരു അന്തർധാര ഈ പൊതുവായിട്ട് അവിടെ ആ സമൂഹത്തിനിടയിൽ നടന്നിട്ടുണ്ട്. വിശേഷിച്ചും നമുക്ക് പറയുകയാണെങ്കിൽ ഈഴവ സമുദായത്തിനിടയിൽ ഈ ഒരു ചിന്താഗതിയിൽ ഒരു പൊതുവെ ഒരു മാറ്റം വന്നിരിക്കും. അതായത് CPM ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ് ഞങ്ങൾ എന്നുള്ള ചിന്ത മാറ്റണം എന്ന് അവർ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. അതിന്റെ അഹങ്കാരവും അവിടെ ഉണ്ടായിരുന്നു. മാത്രമല്ല, രാജേന്ദ്രബാബു എന്നൊക്കെ പറയുന്നത് നമ്മുടെ അവിടുത്തെ 2 തവണ രാജേന്ദ്രബാബു ഒക്കെ വളരെ നല്ല മനുഷ്യനാണ്. അത്യാവശ്യം ഈ പൊതുവെ വെറുപ്പിക്കാത്ത CPM നേതാക്കൾ ഈ ധാർഷ്ട്യമൊന്നും അധികം ഇല്ലാത്തൊരു നല്ല മനുഷ്യനാണ് ഈ രാജേന്ദ്രബാബുവിനെ വരെ അദ്ദേഹത്തിന്റെ ഉളിയക്കോവിൽ എന്നൊക്കെ പറഞ്ഞ ആ ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് അവിടെയാണ് ഈ NS മറ്റേ നമ്മുടെ ജില്ലാ കമ്മിറ്റി ഓഫീസ് അവിടെയാണ്. ആ ഭാഗത്തേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കണ്ണൊക്കെ വല്ലാണ്ടാവും. കാര്യം എല്ലായിടത്തും ചുവപ്പായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഈ ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ സമീപ പ്രദേശമാണത്. അപ്പൊ അവിടെ രാജേന്ദ്രബാബു വരെ തോറ്റിരിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് CPM കേരളത്തിന്റെ തന്നെ ഈ അട്ടിക്കല്ലിന് ഇളക്കം തെറ്റുന്നതാണ്. കാര്യം കൊല്ലത്തിളകാവുന്നുണ്ടെങ്കിൽ കേരളത്തിൽ എവിടെ ഇളകാം. അതിന്റെ ഒരു സൂചനയാണ് കോഴിക്കോട് സംഭവിച്ചിരിക്കുന്നത്. അതെ, കോഴിക്കോടും ഈ പറഞ്ഞതുപോലെ LDF ഭരണം നഷ്ടപ്പെട്ടതോ അല്ല നമുക്ക് അവിടെ വാർത്തയാവുന്ന സാധനം. ഇപ്പൊ UDF അവിടെ നല്ല നേട്ടം ഉണ്ടാക്കി എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷെ അത് വലിയ ഞെട്ടിക്കുന്ന സംഗതിയല്ല. കേരളത്തിൽ ഇപ്പൊ UDF അല്ലെങ്കിൽ LDF എന്നുള്ളതൊരു നമുക്ക് ഞെട്ടലിന്റെ ആവശ്യമില്ല. പക്ഷെ അവിടെയും BJP അതിഗംഭീരമായ നേട്ടം ഉണ്ടാക്കിയിരിക്കുന്നു. കാര്യം പൊതുവെ നമ്മൾ മാത്രമല്ല, കേരളത്തിലെ ഏറ്റവും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണൽ ഹാർമണി, ഒരു ഭംഗിയുടെ സാംസ്കാരികമായ ഒരു ഭംഗിയുടെ തലത്തിൽ നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് കോഴിക്കോട് എന്ന് പറയുന്നത്. അവിടെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒക്കെ ആയിട്ടാണെങ്കിലും അവർ വളരെയധികം, എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇത്രയധികം ഇടപഴകുന്ന ഒരു സമൂഹം വളരെ കുറവാണ്. അപ്പൊ ആ സ്ഥലത്ത് പോലും BJP അതിഗംഭീരമായ മുന്നേറ്റം നടത്തിയിരിക്കുന്നു.
അപ്പൊ ഇത് സൂചിപ്പിക്കുന്നത് അടിയിൽ അതിശക്തമായ ഒഴുക്ക് നടക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം CPM അടിയുറച്ച കോട്ടകൾ എന്ന് പറയുന്നത് ഒന്നും ഇനി ശാശ്വതമല്ല. അവിടേക്ക് കടന്നു കയറാനും അവിടേക്ക് വേരൂന്നാനും BJP പോലെ ഒരു പാർട്ടിക്ക് സാധിക്കുന്നു. ഇത് ഇനിയെങ്കിലും CPM തുറന്ന് സമ്മതിക്കണം, അല്ലെങ്കിൽ അതിനനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് നേതൃത്വം അണികളെ ബോധിപ്പിക്കേണ്ട ഒരു കാലത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നു. അങ്ങനെ അതിന്റെ ടൈം കഴിഞ്ഞു എന്നാണ് സൂചിപ്പിക്കുന്നത്. കാരണം ആ ഒരു ലിമിറ്റിന്റെ ടൈം കഴിഞ്ഞു. അണികളെ നേതൃത്വത്തിന് തിരിച്ചറിവ് ഉണ്ടാവേണ്ട സമയം അവരുടെ കയ്യിൽ നിന്ന് പോയിരിക്കുന്നു എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് സൂചിപ്പിക്കുന്നത്. അതാണ് കൊല്ലം സൂചിപ്പിക്കുന്നത്. കാരണം ഈ കൊല്ലത്ത് നിന്ന് പോയ വോട്ടുകൾ, അല്ലെങ്കിൽ LDF നിന്ന് പോയ വോട്ടുകൾ നേരെ കോൺഗ്രസിലേക്കല്ല പോയേക്കുന്നത്. ഒഴുക്ക് സംഭവിച്ചിരിക്കുന്നത് CPM-നകത്ത് നിന്ന് BJP-യിലേക്കാണ്. ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിനകത്ത് നിന്ന് ഇനി വലുതായിട്ടൊന്നും ഇനി BJP-യിലേക്ക് ഒഴുകാനില്ല. കാര്യം കേരളത്തിലെ BJP-കാരെ എടുത്തു നോക്കിയാൽ 99% പഴയ കോൺഗ്രസ്സുകാരായിരിക്കും, അല്ലേ? ഈ കോൺഗ്രസിൽ നിന്നുള്ള ഒഴുക്കിന് ഇനി വലിയൊരു സാധ്യത കുറവാണ്. ഒരുവിധം ഒഴുകി കഴിഞ്ഞു സാധനം, പാർട്ടി കേഡറിലേക്കുള്ള സാധനം. പക്ഷെ ഇപ്പൊ ഇത് സൂചിപ്പിക്കുന്നത് ഈ 14 സീറ്റ് അല്ലേ, 14-16 സീറ്റ്, അത്രയും സീറ്റുകൾ കൊല്ലം കോർപ്പറേഷനിൽ BJP നേടിയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം CPM എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ്, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് കേരളത്തിലെയാണ്. അപ്പൊ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറ ഇളകിയെന്നുള്ള ഒരു അഖിലേന്ത്യാ വാർത്തയാണ് കൊല്ലം മുമ്പോട്ട് വെച്ച് പറയുന്നത്. എങ്ങനെയാണോ CPM കണ്ണൂരിൽ പ്രവർത്തിക്കുന്നത്, കണ്ണൂരിൽ എങ്ങനെയാണോ CPM-ന് അടിത്തറയുള്ളത്, അതിനകത്ത് കുറച്ച് ഗുണ്ടാ രാഷ്ട്രീയവും കുറച്ച് അടിച്ചമർത്തൽ രാഷ്ട്രീയമൊക്കെ ഉണ്ടെങ്കിൽ CPM അങ്ങനെയൊന്നും ഇല്ലാതെ കൃത്യമായിട്ട് ഉറച്ച കോട്ടകളിൽ നിൽക്കുന്ന സ്ഥലമായിരുന്നു കൊല്ലം. ആ കൊല്ലം ജില്ലയിലെ കോർപ്പറേഷൻ മാത്രമല്ല, ഇനി ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്രാമപഞ്ചായത്തുകളിലടക്കം വലിയ മാറ്റം ഉണ്ടായിരിക്കും. ഇപ്പോൾ ഞാൻ താമസിക്കുന്ന ഓച്ചിറ എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്ത്, ഈ ഗ്രാമപഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരുന്ന LDF ആ LDF-ന് ഇത്തവണ പ്രതിപക്ഷ സ്ഥാനം പോലും ലഭിക്കുന്നില്ല. പകരം അവിടെ BJP പ്രതിപക്ഷത്തേക്ക് വരുന്നു. അപ്പോൾ ജില്ലയുടെ എല്ലാ മേഖലകളിലേക്കും CPM-ന് ഉണ്ടായിരുന്ന അടിത്തറയ്ക്ക് അല്ലെ അവരുടെ കാൽ കീഴിലെ മണ്ണ് കൃത്യമായിട്ട് ഒലിച്ചു പോയിരുന്നു. അവിടേക്ക് കൃത്യമായിട്ട് BJP-ക്ക് നടന്നു കയറാനും സാധിച്ചു. ഇതായിരുന്നു BJP-യുടെ ലക്ഷ്യം. കാരണം ഒറ്റയടിക്ക് BJP അവിടേക്ക് ഭരണത്തിലെത്തുകയല്ല, ഞങ്ങളുടെ സാന്നിധ്യം അറിയിക്കുക. ഏതാണ്ട് 900-ലധികം 2000-ഓളം ക്രിസ്തീയ സ്ഥാനാർത്ഥികളെ നിർത്തുന്നു. മൊത്തം സ്ഥാനാർത്ഥികളെ എണ്ണം നോക്കിയാൽ 19,000-ഓളം സ്ഥാനാർത്ഥികളെ നിർത്തി. അപ്പോൾ എവിടെയൊക്കെ സ്വാധീനം ചെലുത്താൻ പറ്റുമോ അവിടെയൊക്കെ സ്വാധീനം ചെലുത്താനും ഇനി സ്വാധീനമില്ലാത്ത തലത്ത് ഞങ്ങളുടെ സാന്നിധ്യം അറിയിപ്പിക്കാൻ അവർക്ക് സാധിച്ചു. ഇതൊരു വലിയ എന്താ പറയുന്നത്, ഒരു മുന്നേറ്റമല്ലേ BJP സംബന്ധിച്ച്? BJP സംബന്ധിച്ചപ്പോൾ അവരുടെ റോഡ് മാപ്പ്, അവരുടെ പിന്നെ ഈ ദേശീയ നേതൃത്വം തയ്യാറാക്കിയിട്ടുള്ള പദ്ധതി അവർ ഉദ്ദേശിച്ച അതേ റൂട്ടിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് അമിത്ഷാ വന്ന് പറഞ്ഞു 20% നിന്ന് വോട്ടിംഗ് ഷെയർ 25% ആക്കണമെന്ന്. ഇപ്പൊ നമ്മുടെ മുമ്പിൽ ഡേറ്റ ഇല്ല, പക്ഷെ ഡേറ്റ വരുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, 20% മുകളിലേക്ക് പോയിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ 25 ഗ്രാമപഞ്ചായത്തുകളിൽ അല്ലേ BJP നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വോട്ട് ഷെയർ എല്ലായിടത്തും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും തൊട്ട് നിപ്പുണ്ടായിരുന്നു. ഇവൻ തിരുവനന്തപുരത്ത് പോലും ഇപ്പൊ ചില കവടിയാറിലൊക്കെ തോറ്റത് ഏതാനും കുറച്ച് വോട്ടുകൾക്കാണ് തോറ്റത്, BJP തോറ്റത്. അപ്പൊ ഈ രീതിയിൽ വോട്ട് ഷെയർ ഒരു പക്ഷേങ്കിൽ അവർ 25%-ലേക്ക് അവരുടെ ലക്ഷ്യം അത് തന്നെയാണ്. 25% ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, അവരുടെ ഈ ദേശീയ നേതൃത്വത്തിന്റെ കേരള പ്രോജക്ട് ഫസ്റ്റ് ഫേസ് അവർ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ സക്സസ്ഫുൾ ആയിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് കൊല്ലത്ത് അപ്പൊ ഇത് BJP-ക്കും തിരിച്ചറിവാണ്. ഇപ്പൊ BJP-യും ഈ കുറഞ്ഞ കൊല്ലത്ത് ഒരുത്തരം പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എന്നുള്ള ഉറപ്പാണ്. കാരണം കോൺഗ്രസിന് കൊല്ലത്ത് മത്സരിക്കാനായിട്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാർ മുന്നോട്ട് വന്നില്ല. കാരണം വെറുതെ മത്സരിച്ച് തോക്കണ്ട എന്ന് വിചാരിച്ചിട്ട്, മനസ്സിലായില്ലേ? ഇപ്പൊ മാത്രമല്ല, അടുത്തത് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്ക് വല്ല സാധ്യതയൊക്കെ ഉണ്ടെങ്കിൽ വെറുതെ തോറ്റ് കളയണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പലരും മാറി നിന്നു. അതുകൊണ്ട് അപ്രസക്തരായിട്ടുള്ള അല്ലെങ്കിൽ അധികം വലിയ പ്രചാരത്തിലില്ലാത്ത നേതാക്കന്മാരാണ് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDF-ന്റെ ഭാഗത്ത് നിന്ന് കൊല്ലം കോർപ്പറേഷനിലേക്ക് മത്സരിച്ചത്. അപ്പോ ഒരു മേയർ സ്ഥാനാർത്ഥിയായിട്ട് ആരെ എടുത്ത് ഉയർത്തി കാണിക്കാൻ അവർ തയ്യാറായില്ല, അല്ലേ? അപ്പോ ഇങ്ങനെ ഒരു സാഹചര്യത്തില് ഇപ്പൊ BJP-ക്കും അവിടെ ഒരു വലിയൊരു പാഠം കിട്ടിയിരിക്കുകയാണ്. കാര്യം കൊല്ലത്ത് ഈ 10-14 സീറ്റുകൾ കോർപ്പറേഷനിലും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തുകളിൽ, അപ്പൊ ഈ ഗ്രാമപഞ്ചായത്തുകളിൽ ഈ പറഞ്ഞ CPM-ന്റെ ഏറ്റവും കൂടുതൽ ശക്തി പ്രകടിപ്പിക്കേണ്ട സ്ഥലം ഗ്രാമപഞ്ചായത്തുകളായിരുന്നു. ആ ഗ്രാമപഞ്ചായത്തിൽ അവരുടെ കയ്യിൽ നിന്ന് പോയി എന്നുള്ളതാണ് ഇപ്രാവശ്യം മനസ്സിലാക്കേണ്ടത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പം 300 മാത്രമേ CPM-ന്റെ കയ്യിലുള്ളൂ. 500 UDF നേടിക്കഴിഞ്ഞു.
അതേപോലെ ഈ ഗ്രാമപഞ്ചായത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന 20 ഉണ്ടായിരുന്നു, അവിടുന്ന് 25 BJP-യുടെ ഏകദേശം ഇതുവരെയുള്ള കണക്കനുസരിച്ചിട്ട് അങ്ങനെ ഉയർന്നിട്ടുണ്ട്. അപ്പം വളരെ സ്റ്റഡി ആയിട്ടൊരു ഗ്രോത്ത് ഗ്രാഫ് കാണിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്നു. മാത്രമല്ല കൊല്ലം ജില്ല എന്ന് പറയുന്നൊരു, കാരണം BJP-ക്ക് അധികം അങ്ങനെ അങ്ങോട്ട് കയറി എന്താ പറയുക ഈസി വാക്കുകളുള്ള അല്ലെങ്കിൽ കേക്ക് വാക്ക് ഉള്ള സ്ഥലമല്ല കൊല്ലം എന്ന് പറയുന്നത്. അവിടെ ഇവരിത് നേടി എന്നുള്ള സാധനം ഇത് BJP-യും അവരിത് ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ VD സതീശൻ ഒരു കാര്യം പറയുകയുണ്ടായി. സാധാരണ തോൽക്കുന്ന സമയത്ത് തോറ്റതിന് ശേഷം എന്തുകൊണ്ട് തോറ്റു എന്നാണ് എല്ലാവരും പഠിക്കുക. പക്ഷെ VD സതീശൻ വളരെ മനോഹരമായ ഒരു സംഗതി പറഞ്ഞു, എന്തുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ജയിച്ചു എന്നുള്ളത് പഠിക്കുമെന്ന്. കാരണം അവരുടെ പ്രതീക്ഷയ്ക്ക് അവരുദ്ദേശിച്ച രീതിയിലല്ല പോയിരിക്കുന്നത്, ഉദ്ദേശിച്ചതിന് അപ്പുറത്തേക്ക് ജനം അവരെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു. അപ്പോൾ ജയിച്ചത് എന്തുകൊണ്ടാണെന്ന് പോലും അറിയാൻ വയ്യാത്തൊരവസ്ഥയിലേക്ക് പ്രതിപക്ഷ നേതാവ് എത്തി. അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുന്നത് ശരിയുമാണത്, KPCC പ്രസിഡന്റും പറയുകയുണ്ടായി. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് കേരളം മാറി ചിന്തിക്കുന്ന, ഇത് വെറുതെ ഒരു തരംഗം എന്ന് നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം ഇവിടുത്തെ പൊളിറ്റിക്കൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നുള്ള സംഗതി അല്ലെങ്കിൽ സോഷ്യൽ സ്ട്രക്ചർ എന്നുള്ള സംഗതി മാറുകയാണ്. ആ മാറ്റത്തിന്റെ ഏറ്റവും കോറായിട്ടുള്ള അടിസ്ഥാനമായിട്ടുള്ള അടിയിൽ നിന്നിളകുന്ന സാധനമാണ് കൊല്ലം മുമ്പോട്ട് വയ്ക്കുന്ന ഈ കൊല്ലം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന്റെ ഫലം മുമ്പോട്ട് വയ്ക്കുന്നത്. അതായത് ഇനിയിപ്പോ നേരത്തെ സിനിജി പറഞ്ഞില്ലേ, അണികള് നേതൃത്വം മനസ്സിലാക്കേണ്ട സമയം, ആ സമയം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇനിയെങ്കിലും അത് തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞിട്ട് ഇനി കാര്യമില്ല, കാര്യം അവരുടെ കയ്യിൽ നിന്ന് പോയിരിക്കുന്നു. കാരണം കൊല്ലത്തെ CPM-കാര് അവിടെ CPM-ൽ വിട്ട് BJP-ക്ക് കുത്തിയിട്ടുണ്ടെങ്കിൽ ഇനി അവരിനി എന്ത് ചെയ്താൽ പോലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല. കാരണം നമുക്ക് കൊല്ലം അറിയാവുന്ന, മാത്രമല്ല CPM പാർട്ടിയിൽ നിന്നൊരു വ്യക്തി വേറൊരു രാഷ്ട്രീയ കക്ഷിയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവരെ തിരിച്ചു കൊണ്ടുവരിക പ്രയാസമാണ്. ആ സമയത്ത് കോൺഗ്രസിന് അത് സാധിക്കും. കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാലും വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്കോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ വിരക്തി തോന്നി മാറി നിൽക്കുകയാണെങ്കിലും ഒക്കെ തിരിച്ചു വേണമെങ്കിൽ വരാനുള്ള സാധ്യത എപ്പോഴും ഉണ്ട്. പക്ഷെ CPM-ന് അതില്ല. ഒരാൾ പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് CPM-ലേക്ക് ഒരിക്കലും വരില്ല. അതാണ് പറഞ്ഞത്, ഈ തിരിച്ചറിവ് ഉണ്ടായിട്ടും ഇനി കാര്യമില്ലാത്ത അവസ്ഥയിലേക്ക് കേരളത്തിലെ CPM മാറി എന്നുള്ളതിന്റെ വളരെ ഒച്ചത്തിലുള്ള, ഒരുപക്ഷെ MA ബേബി ഇപ്പം അഖിലേന്ത്യാ സെക്രട്ടറിയാണ് അല്ലെ, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസ്ഥയെ, നിലവിലുള്ള അവസ്ഥയെ എൻ്റെ കൊല്ലംകാരൻ കൂടിയായിട്ടുള്ള പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബിയെ ധരിപ്പിക്കുന്ന റിസൾട്ടാണ് കൊല്ലത്ത് നിന്ന് തന്നെ MA ബേബിക്കും കൊടുത്തിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.